ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീനില്ലേ. അപ്പോൾ ചെമ്മീൻ കൊണ്ട് ഒരു ഐറ്റം ആട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഐറ്റം ആയിരിക്കും, എന്നാലും ഞങ്ങളുടെ രീതിയിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചെമ്മീനും മാങ്ങയും വെച്ചിട്ടുള്ള കറി. അപ്പോൾ ആദ്യം തന്നെ ചെമ്മീൻ നന്നായി കഴുകിയെടുത്തുണ്ട്. നല്ലോണം കഴുകണം കേട്ടോ. അതിൻ്റെ ചെളി നോക്കിക്കുക, അത്യാവശ്യം നല്ല ചെളിയുണ്ട്. 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം അതൊന്ന് അരിപ്പയിലേക്ക് വെള്ളം വാലാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ വെള്ളമൊക്കെ വാർന്നു വന്നതിന് ശേഷം ഒന്ന് ചീഞ്ചട്ടിയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. നമ്മളൊരു 5-10 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും വറവൊക്കെ കൃത്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇട്ടിട്ടല്ലേ ഉള്ളൂ. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കണം കേട്ടോ, പെട്ടെന്ന് ഇതായി തന്നെ. അതിനുശേഷം നമ്മൾ ഓർന്നെടുത്തൊന്ന് ഒടിച്ചു നോക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ഒടിഞ്ഞ് നല്ലോണം സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനൊരു മൂടിപ്പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് പൊടിച്ചെടുക്കണ്ടേ, മിക്സിയിലിട്ടല്ല കേട്ടോ പൊടിക്കുന്നത്. ഒരു തവി വെച്ച് നമ്മൾ എന്താ പറയുക അമ്മയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യണേ. നമ്മളിത് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഇതേപോലത്തെ സൗണ്ട് കേൾക്കണം കേട്ടോ, ക്രിക് ക്രിക് എന്നുള്ള. അപ്പം ഏകദേശം അല്ല, നമ്മുടെ വറവ് കൃത്യമായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കണ്ട കേട്ടോ, ഇച്ചിരി നമുക്ക് കടിക്കാൻ പാകത്തിന് വേണം പൊടിക്കാൻ, എന്നാലാണ് ആ കറിക്ക് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതേ നമ്മൾ എല്ലാ ചെമ്മീനും അത്യാവശ്യം പൊടിച്ച് തരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള മാങ്ങ ഒന്ന് തൊലി കളഞ്ഞ് ഒന്ന് അരിഞ്ഞു വയ്ക്കാം. ഇവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങ എടുക്കണേ. ഇനി ചൂടായി വന്ന ചീഞ്ചട്ടിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഉടഞ്ഞു കിട്ടണം കേട്ടോ മാങ്ങ, അതുവരെ നമുക്ക് ഇളക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം മാങ്ങയെല്ലാം അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുക്കാം. നല്ലോണം ഉടച്ചു കൊടുക്കാം കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങളിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഞങ്ങളുടെ സ്റ്റൈലാണ്. ഇനി വേറെ രീതിയിൽ വയ്ക്കാമെന്ന് നമുക്കറിയില്ല കേട്ടോ. നമ്മൾ ഈ രീതിക്കാണ് വെക്കണേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്താ പറയുക, നമ്മുടെ ഇതിട്ട് കൊടുക്കാം, ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശമൊക്കെ കൃത്യമായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചെമ്മീൻ പൊടി ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അങ്ങനെ ഇതും ഏകദേശം നല്ല പാകമായി വന്നിട്ടുണ്ട്. നല്ലൊരു വറവ് കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒരുപാട് ആവരുത് കേട്ടോ, അത്യാവശ്യം അതിനനുസരിച്ച് പാകത്തിന് വെച്ചാൽ മതി. ഇനി വെള്ളം ഒന്ന് തിളക്കുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാമേ. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പാകമായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഒരു 3-4 തുള്ളി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വയ്ക്കാം കേട്ടോ. അതിനുശേഷം മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റ് ചൂടൻ ചോറ് കൊടുത്ത് ഈ കറിയും കൂടെ ഒന്ന് കൂട്ടിക്കൊഴിച്ച് കഴിച്ചാണ്ട് പൊന്നേ സ്വർഗ്ഗം, വേറെ ഒന്നും വേണ്ട. ഞാൻ ചുമ്മാ പറയണില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പോണേ. നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ.